സീസണിലെ ദയനീയ തോൽവികൾക്ക് പിന്നാലെ പരിശീലക സംഘത്തെ പുറത്താക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. മുഖ്യ പരിശീലകൻ മിക്കായൽ സ്റ്റാറെ, സഹപരിശീലകരായ ബിയോൺ വെസ്ട്രോം, ഫെഡറിക്കോ പെരേര മൊറൈസ് തുടങ്ങിയവർ ക്ലബ്ബുമായി ബന്ധപ്പെട്ട മുഴുവൻ ചുമതലകളിൽ നിന്നും ഒഴിവായതായി കേരള ബ്ലാസ്റ്റേഴ്സ് സ്ഥിരീകരിച്ചു. ക്ലബിനൊപ്പമുണ്ടായിരുന്ന സമയത്ത് നൽകിയ സംഭാവനകൾക്ക് പരിശീലകർക്ക് നന്ദി അറിയിക്കുന്നതായും അവരുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേരുന്നതായും കേരള ബ്ലാസ്റ്റേഴ്സ് വ്യക്തമാക്കി. ഉടൻ തന്നെ ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരാണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കും. ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലകനും യൂത്ത് ഡെവലപ്മെന്റ് ഹെഡുമായ തോമസ് തൂഷ്, സഹപരിശീലകൻ TG പുരുഷോത്തമൻ എന്നിവർക്കായിരിക്കും താൽക്കാലിക ചുമതല. ടീമിനൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും കിരീടം സമ്മാനിക്കാൻ കഴിയാതിരുന്ന ഇവാൻ വൊക്കുമനോവിച്ചിന് പകരക്കാരനായാണ് സ്വീഡനിൽ നിന്നുള്ള മുഖ്യ പരിശീലകൻ മിക്കായൽ സ്റ്റാറയെ കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചത്. വലിയ പ്രതീക്ഷകളോടെ ക്ലബിനൊപ്പം എത്തിയ സ്റ്റാറയ്ക്ക് പക്ഷേ സീസണിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ടീമിന്റെ പ്രകടനം മെച്ചപ്പെട്ടെങ്കിലും പ്രതിരോധത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 12 മത്സരങ്ങൾ സ്റ്റാറയ്ക്ക് കീഴിൽ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 3 മത്സരങ്ങളിൽ മാത്രമാണ് വിജയിച്ചത്. പലപ്പോഴും പ്രതിരോധത്തിൽ നിസ്സാര പിഴവുകൾ വരുത്തിയത് ക്ലബിന് വിനയായി. അനായാസം വിജയിക്കാൻ കഴിയുമായിരുന്ന മത്സരങ്ങളിൽ പോലും ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങി. ഏറ്റവും ഒടുവിൽ ചർച്ചയായത് ബംഗളൂരു FCക്കെതിരെ നടന്ന മത്സരമായിരുന്നു. 2-4 ഗോളുകൾക്കായിരുന്നു ടീമിന്റെ പരാജയം. ഈ മത്സരത്തിൽ ആദ്യം 2 ഗോളുകൾക്ക് പിന്നിലായിരുന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് 2 ഗോളുകൾ അടിച്ച് തിരിച്ചു വന്നു. എന്നാൽ വീണ്ടും ഗോളുകൾ വഴങ്ങിയ ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ പരാജയപ്പെട്ടത് വലിയ ചർച്ചയായി മാറി. ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങി ഇതുവരെ കിരീടം നേടിയിട്ടില്ലെങ്കിലും ക്ലബിനെയോ ക്ലബ്ബ് മാനേജ്മെന്റിനെയോ പരസ്യമായി വിമർശിക്കാത്ത മഞ്ഞപ്പട പോലും പ്രതിഷേധവുമായി രംഗത്തെത്തി. ടീമിനോടുള്ള സ്നേഹം കാരണം പലപ്പോഴും ലോക ഫുട്ബോളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട ആരാധക കൂട്ടമാണ് മഞ്ഞപ്പടയുടേത്. ഇനി മുതൽ ടിക്കറ്റ് എടുക്കില്ലെന്നും ക്ലബിന്റെ മത്സരങ്ങളുമായി സഹകരിക്കില്ലെന്നും മഞ്ഞപ്പട പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. മോഹൻ ബഗാനെതിരെ നടന്ന എവേ മത്സരത്തിൽ 2-3 ഗോളുകൾക്കായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയം. ഈ മത്സരത്തിൽ ആദ്യം 1 ഗോളിന് പിന്നിലായ ടീം പിന്നീട് 2 ഗോളുകൾ അടിച്ച് ലീഡ് നേടിയിരുന്നു. ഒടുവിൽ ഈ ലീഡ് നഷ്ടപ്പെടുത്തിയ ടീം വീണ്ടും പരാജയപ്പെട്ടത് ആരാധകരെ നിരാശയിലാഴ്ത്തി. ഇതിന് തൊട്ടു പിന്നാലെയാണ് പരിശീലക സംഘം പുറത്തായെന്ന പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. സ്റ്റാറയ്ക്ക് കീഴിൽ ക്ലബ്ബ് തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ മുൻ പരിശീലകനായ ഇവാൻ വൊക്കുമനോവിച്ചിനെ തിരികെ കൊണ്ടുവരണം എന്ന ആവശ്യവും ചില ആരാധകർ ഉന്നയിച്ചിരുന്നു. 2021 മുതൽ 2024 വരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച ഇവാൻ വൊക്കുമനോവിച്ച് നിലവിൽ ഒരു ടീമിനെയും പരിശീലിപ്പിക്കുന്നില്ല എന്നതായിരുന്നു ഇതിന് കാരണം. ആകെ 76 മത്സരങ്ങളിൽ ക്ലബിനെ പരിശീലിപ്പിച്ച വൊക്കുമനോവിച്ചിന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് 33 വിജയങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 14 മത്സരങ്ങളിൽ സമനില വഴങ്ങിയപ്പോൾ 29 മത്സരങ്ങൾ ടീം പരാജയപ്പെടുകയായിരുന്നു. വൊക്കുമനോവിച്ചിന് കീഴിൽ ലീഗ് ഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും നിർണായക മത്സരങ്ങളിൽ പരാജയപ്പെടുന്നതുമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നേരിട്ടിരുന്ന വെല്ലുവിളി. ക്ലബിലുള്ള പ്രതീക്ഷ ഇനിയും നഷ്ടപ്പെടാതിരിക്കാൻ ഒരു മികച്ച പരിശീലകനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ.